കലോത്സവത്തിന് വരുന്നവർക്ക് നല്ല ചൂടാണ്. ചൂടിനൊരു ആശ്വാസമായിട്ട് നമുക്ക് വിഷറി കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത് വെറും വിഷറിയല്ല, വിഷറിയിൽ എന്തോ എഴുതിയിട്ടുണ്ട്. ശുക്രൻ, പുതിയ മൂവിയാണ് ശുക്രൻ. ഈ ശുക്രൻ മൂവി കാണുമ്പോൾ നമുക്ക് ഇതിൽ കാണുന്ന ആക്ടർ നമ്മുടെ ഹീറോ ബിബിൻ ജോർജ് ആണ് ഇന്ന് നമ്മുടെ സ്റ്റുഡിയോയിൽ വന്നിട്ടുള്ളത്. ഹലോ. ഹലോ, ഹായ് 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 ഹായ്. എങ്ങനെയുണ്ട് ഈ ചൂടുള്ള കലോത്സവം? ചൂടുള്ള കലോത്സവമാണെങ്കിലും ഇതിലും നല്ല ചൂട് പിടിക്കുന്ന കലകളും കലാകാരന്മാരെയും കണ്ടതുകൊണ്ട് സോ ഹോട്ട്. അതാണ്. ഈ കലോത്സവങ്ങളൊന്നും നമുക്ക് പുത്തരിയല്ലല്ലോ. എങ്ങനെയാണ് കലോത്സവ ഓർമ്മകളൊന്നും ഞങ്ങളുമായിട്ട്? ഓർമ്മകൾ ഇപ്പൊ ഞാൻ 2 സ്ഥലത്ത് പറഞ്ഞുള്ളൂ. എനിക്ക് ഭയങ്കര ടെൻഷനും പേടിയൊക്കെ ഉള്ള ഒരു, അതായത് ഇതിന്റെ ഉള്ളിട്ട് കേറിയില്ലേ, അപ്പൊ അതിൽ വെറുതെ കിടന്ന് നെഞ്ചിടിക്കുക. ഇത്രയധികം വേദികളില് എന്താ പറയാ, പുഷ്പം പോലെ അമ്മാടുന്ന. അതെ, ഒരു സമയത്ത് ഒരു കുട്ടിയായിരുന്നു. അതാണ് പോയിന്റ്. അതാണ്. അത് കഴിഞ്ഞിട്ടല്ലേ സ്റ്റേജിൽ നമ്മൾ പ്രൊഫഷണൽ ആയിട്ട് ഞാൻ തുടങ്ങുന്നത് 16 വയസ്സിൽ കലാഭവനിൽ പോലെയാണ്. കലാഭവന്റെ ബി ടീമിലാണ് ഞാൻ പ്രൊഫഷണൽ തുടങ്ങുന്നത്. പക്ഷെ അതിനു മുമ്പ് ഈ പറഞ്ഞ പോലെ സ്കൂൾ മത്സരങ്ങൾ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ നെഞ്ചിടിക്കും. കാരണം ഒന്ന് മിമിക്രി ഒക്കെയാണ് നമ്മൾ മത്സരത്തിന് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒരുപാട് പേരുണ്ടാവും. അതായത് ഒരു 80-90 അന്നത്തെ കാലത്തും അത്രയും പോയിട്ടുണ്ട്. 100 മുകളിലൊക്കെ മത്സരത്തിന് ആളുണ്ടാവും. അപ്പോൾ നമുക്ക് ആദ്യം നമ്പർ കിട്ടുക എന്നുള്ളത് വലിയൊരു ഘടകമായിരുന്നു. 1ന്റെയും ഒരു 15ന്റെ ഒക്കെ ഇടയിൽ നമുക്ക് ഫസ്റ്റ് തന്നെ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഫ്രഷ് ആയിട്ട് നമുക്ക് മിമിക്രി ആയതുകൊണ്ട് കാണിക്കാം. പിന്നെ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ മൊണോട്ടനെ അടിച്ചടിച്ച് നമ്മുടെ പഴയതാവും. ആ ഒരു ടെൻഷൻ ഉണ്ടാവും. പിന്നെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ ഉണ്ടെന്നുള്ള ടെൻഷൻ ഉണ്ടാവും. അങ്ങനെ കുറെ. നിങ്ങളന്ന് ശത്രുക്കളായിരുന്നോ? പിന്നെ ശത്രുക്കളല്ല, നല്ല കലാകാരന്മാരെ തമ്മിലുള്ള മത്സരം എന്നേ അതിനെ പറയാനുള്ളൂ. ഈ നല്ല പ്രണയകാലം ആഘോഷിച്ചു എന്ന് പറയുന്ന പോലെ നല്ലൊരു മത്സരകാലം ആഘോഷിച്ചു ഞങ്ങള്. നിങ്ങൾക്ക് ഈ ഒരു ഇങ്ങനെ ലൈഫിൽ ഒരുപാട് മുകളിൽ എത്താനായിട്ട് ഈ ഇതുപോലുള്ള കലോത്സവ വേദികളെ സഹായിച്ചിട്ടുണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും. നമുക്ക് ഈ സ്റ്റേജ് ഫിയർ എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ഫിയറാണ്. കാരണം ഒരു വലിയൊരു സമൂഹത്തിനെ സംബോധന ചെയ്യുകയും അവരുടെ കണ്ണിൽ നോക്കി പരിപാടി അവതരിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു ചില്ലറ പരിപാടിയല്ല. ഇവിടെ നിന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നു ഒരുപാട് മിക്ക കുട്ടികളുടെയും ആ മുന്നോട്ടുള്ള ലൈഫിന് ഒരുപാട് സഹായിക്കുന്നത് കലോത്സവങ്ങൾ തന്നെയാണ്. അങ്ങനെ ആരെങ്കിലും ഈ കലോത്സവത്തിൽ നിന്ന് കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അതായത് നമ്മുടെ വെള്ളിത്തിരയിലേക്ക്. കാരണം ഒരുപാട് ആർട്ടിസ്റ്റ്, അതായത് ഒരുപാട് കാലിബറുള്ള മക്കളാണ് ഇപ്രാവശ്യം കലോത്സവ വേദിയിൽ എത്തിയിരിക്കുന്നത്. എല്ലാ പ്രാവശ്യവും അങ്ങനെയാണ്, എങ്കിലും ഇപ്രാവശ്യം കുറച്ച് കൂടുതൽ വെറൈറ്റി ഐറ്റംസ് ആയിട്ടും ഒക്കെ ആളുകൾ എത്തിയിട്ടുണ്ട്. അതായത് കാലഘട്ടത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് നമ്മുടെ ജീനുകളിൽ തന്നെ ഹൈ ടാലൻറ്റഡ് ഉണ്ടായി വരും എന്ന് പറയുന്നത്. ഓരോ കാലഘട്ടത്തെയും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ ഉദാഹരണത്തിന് മിമിക്രിയിൽ എടുത്തു കഴിഞ്ഞാൽ തുടക്കത്തെ സമയത്ത് ആലപ്പ ഷെഫ്ക്കെ ആയിരുന്നു ഒരു സമയത്ത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നീട് വരുന്നത് അബീക്ക വന്നു. അബീക്കേനേക്കാളും അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ കാണുന്നത് ഞെട്ടിക്കണ പെർഫെക്ഷനായിട്ട് കോട്ടൻ നസീർക്ക വരുന്നു. കോട്ടൻ നസീർക്ക കഴിഞ്ഞ് ഇപ്പോൾ പുതിയ തലമുറയുടെ മഹേഷ് കുഞ്ഞുമൻ. ഓരോ കാലഘട്ടത്തിലും അവനവൻ്റെ കല പ്യൂരിഫൈ ചെയ്ത് ഞെട്ടിക്കുന്ന തരത്തിലേക്ക് വരും. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ കാലഘട്ടത്തിൽ ഈ പറയുന്ന ജെൻസി എന്ന് പറയുന്നവർ എന്തുമാത്രം ടാലന്റഡ് ആയിരിക്കുമെന്ന്. അതുപോലെ തന്നെ അവർക്ക് അവസരങ്ങൾ കൂടുതലാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവരുടെ ടാലൻസ് ഒരിക്കലും ഇങ്ങനെ ഒതുക്കി വെക്കാല്ല. അവർക്ക് പൊതു മാധ്യമങ്ങളിലേക്കൊക്കെ പെട്ടെന്ന് അത് എത്തും. ഇപ്പൊ നിങ്ങൾ കലോത്സവം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഉള്ള പോലെയല്ല ഇപ്പൊ ഒരു കുട്ടി വേദിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോ അല്ലെ, അവർക്ക് കിട്ടുന്ന ഒരു എക്സ്പ്ലോഷർ ഭയങ്കര വലുതായിരിക്കും. സത്യം ഭയങ്കരമായിട്ട് എക്സ്പ്ലോഷൻ ഉണ്ട്. അത് നന്നായിട്ട് അവരെല്ലാവരും യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിയത്. ഈ കൊറോണയ്ക്ക് ശേഷം ഉണ്ടായ വലിയൊരു മാറ്റം ഉണ്ടായില്ലേ സോഷ്യൽ മീഡിയയിൽ. അപ്പൊ അന്ന് വരെ തനിക്ക് കഴിവില്ല, തനിക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല എന്ന് വിചാരിച്ചിരുന്നവരാണ് ഇന്നത്തെ ഏറ്റവും വലിയ സോഷ്യൽ ഇൻഫ്ലുവൻസസ്. അവരാണ് ഏറ്റവും കൂടുതൽ കാശ് സമ്പാദിക്കുന്നത്. അതിനുള്ള ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു കിടക്കപ്പായൽ ഇപ്പോൾ ഒരു വയ്യാണ്ട് കിടക്കുന്ന ഒരാൾക്ക് പോലും ഇന്ന് കാശ് സമ്പാദിക്കാവുന്നുള്ള അത്രയും വലിയ ഒരു പ്ലാറ്റ്ഫോം സോഷ്യൽ മീഡിയ ഒരുക്കി കൊടുത്തു എന്നുള്ളതാണ്. അത് വലിയൊരു ഭയങ്കര, നമ്മളതിൻ്റെ എന്തൊക്കെ കുറ്റം പറഞ്ഞാലും സോഷ്യൽ മീഡിയനെ കുറേ കുറ്റം പറയുന്നുണ്ടാവാം, നെഗറ്റിവിറ്റി കൂടുതലുണ്ടാവും, സ്പ്രെഡ് ചെയ്യുന്നുണ്ടാവും, ഇതെല്ലാം ശരി തന്നെ. എന്നാൽ പോലും ഞാൻ കാണുന്ന പല വീഡിയോകളിലും ഡിസേബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ ഇത് വെച്ചിട്ട് അവർ സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട്. അത് കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. നമുക്കിനി സിനിമയെ പറ്റി ചോദിക്കാം. ശരിയാണല്ലോ, അത് പറഞ്ഞില്ല. ചോദിക്കും. അതെ, വീശിക്കൊണ്ടിരിക്കുക. ഇവിടെ നോക്കുമ്പോ എല്ലാവരും വീശാണ്. ഈ കലോത്സവ വേദിയിൽ വന്നാൽ ചൂടുണ്ട്, എല്ലാവരുടെ കയ്യിൽ ശുക്രനും ഉണ്ട്. അതെ, ഞാനാണ് ഈ 2 കൈ ഇങ്ങനെ കണ്ട നിവർത്തി വെച്ചേക്കാ കാറ്റ് കൂടുതലിട്ടാൻ. അപ്പൊ നമുക്ക് ശുക്രന്റെ വിശേഷങ്ങൾ പറയാം. ശുക്രൻ എനിക്ക് തോന്നുന്നു എൻ്റെ 11ാമത്തെ ഹീറോ പടമാണ് ഇതിപ്പോൾ. ഇതിൽ ഞാൻ മാത്രമല്ല, ചന്തുനാഥ് ഉണ്ട്, ഷൈൻ ടോൺ ചാക്കോ ഉണ്ട്, കോട്ടൻ നസീർക്ക, അസീസിക്ക, ആദ്യപ്രസാദാണ് ഹീറോയിൻ. ബോംബ് കഥയ്ക്കും മാർഗംകളിക്കും ശേഷം ഒരു പക്ക ഫാമിലി എൻ്റർടൈനർ എന്ന് പറയുന്ന പടം ഇതാണ്. അതെനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും.
ഒരു ഫാമിലിക്ക് പോയി കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം ചിരിക്കാനുള്ള, അത്യാവശ്യം കരയാനുള്ള, കുറച്ച് സെൻറ്റിമെൻറ്റ്സ് ഉള്ള, കുറച്ച് റൊമാൻസ് ഉള്ള, അല്പം പൂക്കിത്തരമൊക്കെ ഉള്ള സിനിമ. നമുക്കിങ്ങനെ കാണാൻ ഇഷ്ടമുള്ള ടൈപ്പ് ഓഫ് ഒരു സിനിമ അല്ലേ? അതാണ്. അതെ, ഫാമിലി ആയിട്ട് എല്ലാവർക്കും പോയി കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് ശുക്രൻ. അപ്പൊ എന്തായാലും കാണണം. ശുക്രനില് നല്ല പാട്ടുകളും ഉണ്ടായിരിക്കും. ഒരു പാട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. ശുക്രനിലെ പാട്ട് പ്രത്യേകിച്ച് എനിക്ക് അങ്ങനെ കുഴപ്പമില്ല, നമുക്കെന്നാ വേറെ ഒരു പാട്ട് കേൾക്കാം. വേറെ പാട്ടോ? ഒരു പാട്ട് വേണം, അത് കഴിഞ്ഞ് മിമിക്രി വേണം, എല്ലാം കണ്ടും കേട്ടും വേണം ഞങ്ങൾക്ക് പോവാൻ. പാട്ട് ഏതാ പാടുക? ഇഷ്ടമുള്ളൊരു പാട്ട്, ഏതെങ്കിലും ഒരു പാട്ട്, ഏത് പാട്ട് പാടിയാലും ഞങ്ങൾ എല്ലാരും കേൾക്കും. അവിടെ കുറെ പേരുണ്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. വെടിക്കെട്ടാണ് ഇപ്പൊ പാടിയത്, എല്ലായിടത്തും അത് പാടി. അത് കുഴപ്പമില്ല, നമുക്ക് വേറെ പിടിക്കാം. എന്നാ ശരി. തൂമഞ്ഞിൻ നെഞ്ചിലൊതുങ്ങി മുന്നാഴി കനവ്, തേനോലും സാന്ത്വനമായി ആലോലം കാറ്റ്, സന്ധ്യാരാഗവും തീരവും വേർപിരിയും വേളയിൽ എന്തിനിന്നും വന്നു നീ പൂന്തിങ്കളേ, തൂമഞ്ഞിൻ നെഞ്ചിലൊതുങ്ങി മുന്നാഴി കനവ്. ഈ പാട്ട് അതേപോലെ പോയില്ലെങ്കിൽ എന്റെ കൈയും കാലൊക്കെ ഇങ്ങനെ പോകുമ്പോ ആളുകൾ വിചാരിക്കും ഞാൻ നന്നായിട്ട് പാട്ട് പാടിയെന്ന്. ഇല്ല, പാട്ട് നന്നായി പോയിട്ടുണ്ട്. അതെ. അപ്പൊ അന്ന് മിമിക്രി മാത്രമാണോ കലോത്സവത്തിലൊക്കെ പങ്കെടുക്കാറ്, അതോ ഇതുപോലെ പാട്ടും ഒക്കെ? സത്യത്തില് ഞാൻ 6ാം ക്ലാസ്സിൽ വെച്ച് ഏകദേശം പാട്ട് പൂട്ടിക്കെട്ടിയ ആളാണ്. എന്നുവെച്ചാൽ പാടാനുള്ള പരിപാടി ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് അന്ന് ഈ പാട്ട് ഓവറാകുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അന്നത്തെ കാലത്തെ ചെറുപ്പത്തിൽ നമ്മളെ ആളുകൾ ഇന്നത്തെ പോലെ അല്ലല്ലോ, കാണുന്നത് ഇത്തിരി കോമഡി ആയിട്ടാണല്ലോ. അപ്പോൾ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ വെറുതെ ആളുകളുടെ മുമ്പിൽ പാടുമ്പോൾ എല്ലാവരും കൂടി ഉള്ള സിമ്പതി ചൊരിഞ്ഞ് എന്നെ കൊല്ലുമായിരുന്നു. അപ്പം സലീമേട്ടൻ പറഞ്ഞ പോലെ അതെനിക്കിഷ്ടമായില്ല. അതുകൊണ്ട് ഞാൻ നേരെ പാട്ടിലേക്ക് കിടക്കുക, പാട്ട് നിർത്തിയിട്ട് ആളുകളെ ചിരിപ്പിക്കുന്ന, അല്ലെങ്കിൽ എന്നെ കാണുമ്പോൾ ആളുകൾ ചിരിക്കുന്ന അല്ലെങ്കിൽ പോസിറ്റീവ് ആവുന്ന ഈ മിമിക്രിയിലേക്ക് ഞാൻ കിടക്കുകയായിരുന്നു. അതുകൊണ്ട് പാട്ടങ്ങനെ സ്റ്റോപ്പ് ചെയ്തു. പിന്നീട് ഇത് വർഷങ്ങൾക്ക് ശേഷം കറങ്ങിത്തിരിഞ്ഞ് നമ്മുടെ മാർഗംകളിയിലെ പാട്ട് വന്നതിന് ശേഷമാണ് വീണ്ടും പാട്ടുകാരൻ്റെ പട്ടം എനിക്ക് തിരിച്ച് വന്നത്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ എല്ലായിടത്തും മിമിക്രി ആരും ചോദിക്കാറില്ല, പാട്ടാണ്. മിമിക്രി ഇപ്പൊ ഇല്ല നിലവില്. എന്താ നമുക്ക് മിമിക്രിനെ ഒന്ന് പൊടി തട്ടിയെടുത്താലോ? എന്തൊരു കഷ്ടാണ് ഇത്. മതിയെന്ന് ഇല്ലെന്നേ, മിമിക്രി വേണ്ടേ? എല്ലാരും കാത്തിക്കാണ് കേട്ടോ. ഒരു ചെറിയ പോർഷൻ കലോത്സവ വേദിയിൽ വന്നിട്ട് കലോത്സവ വേദിയില് ഇപ്പൊ വിജയ് സേതുപതിയുടെ ഒരു സാധനം ഞാൻ കുറെ നാളായിട്ട് ചെയ്തിട്ട് നോക്കി, എന്നെ കളിയാക്കി കൊല്ലരുത്. விக்ரம் சார், ஒரு கேஸ் சொல்லிட்டேன் சார். இந்த கலோல்சூலியா சார், இங்கே இவர் நிறைய ஆர்டிஸ்ட் இருக்குது சார். இது வேற லெவல் சார். அவர் பண்ண மாதிரியே நான் பண்ணக்கூடாது. அவர் வேற லெவൽ സാർ, ലെവൽ. ആ കയ്യടിയിൽ നമുക്ക് തിരിച്ചു കൊടുക്കണം, അതിനുള്ള മറുപടി അടിപൊളിയായിരുന്നു. പറയുകയും ചെയ്തു, അധികം ഇപ്പൊ ചെയ്യുന്നില്ല, എന്ത് പെർഫെക്റ്റ് ആയിട്ടാ ചെയ്യാൻ വെച്ച് കീച്ചിക്കോ, ജോലി ഇതായതുകൊണ്ട് വെച്ച് കീച്ചിക്കോ. കയ്യടിയിലാണ് നമ്മൾ അറിയുന്നത്. ഈ സൗണ്ട് കേട്ടപ്പോഴേ എല്ലാവരുടെ മുഖത്ത് ഒരു പ്രത്യേക ഒരു എക്സ്പ്രഷൻ. അതാണ് മിമിക്രി ഒക്കെ ചെയ്യുമ്പോ ഇങ്ങനെ വേദിയിൽ നോക്കുമ്പോ വേദിയിൽ നിന്ന് ഒരു സാധനം അല്ലേ? അപ്പൊ എന്തായാലും ഇവിടെ ഒരു പാവം കൊച്ചിനെ ഞാനിരിക്കുന്ന പറഞ്ഞ് പോസ്റ്റ് ആക്കി, എന്റെ കുട്ടൻ നെറ്റിയിൽ ബൾബിട്ട കത്തു, അത്രയും പോസ്റ്റായി. അപ്പൊ ഒന്ന് ആ കൊച്ചിനെ വേഗം ഒന്ന് വരുത്തിക്ക്. എന്തായാലും നമുക്കിന്ന് സ്പെഷ്യൽ ഗസ്റ്റിനെ കിട്ടി, കലോത്സവ വിശേഷങ്ങൾ കേൾക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ശുക്രൻ എന്തായാലും അടിപൊളിയാവട്ടെ, ഗംഭീര. ഈ കേട്ടവര് വിട്, നിങ്ങൾ രണ്ടുപേരും കാണുമോ? എന്തായാലും കാണും. ഇയാളുടെ ഫിഗർ കണ്ടിട്ട് കാണൂലെന്നാണല്ലോ തോന്നുന്നത്. എല്ലാവരും കാര്യം അവളെ കൊണ്ട് ഞാൻ പോയി കാണാം. ഇപ്പൊ കറക്റ്റ്. മോള് കാണോ? ഇവിടെ നിൽക്കുന്ന എല്ലാരും കാണണം. മാത്രമല്ല നമ്മുടെ TCV പ്രേക്ഷകര് ടിവിയിലൂടെ കണ്ടിരിക്കുന്നുണ്ട്, ഒരുപാട് പേര് ലൈവ് കാണുന്നുണ്ട്. എല്ലാവരും കാണണം കേട്ടോ. തൃശ്ശൂരുകാർക്ക് പ്രത്യേകം നന്ദിയുണ്ട്. എനിക്ക് എന്നെ ഭയങ്കരമായിട്ട് ഒന്ന് ഓൾറെഡി ഞാൻ എറണാകുളംകാരനാണെങ്കിലും എന്റെ ടോണൊക്കെ തൃശ്ശൂരാന്ന് പറഞ്ഞിട്ട് എല്ലാവരും പറയാറുണ്ട്. അത് തൂവാനത്തുമ്പിയുള്ള 1,00,000 തവണ കണ്ടതിന്റെ ഹാങ് ഓവറാ. അപ്പൊ എന്നോട് എല്ലാവരും ചോദിക്കും തൃശ്ശൂരുകാരനാണോ തൃശ്ശൂരാണ്. ഞാൻ പിന്നെ അധികം വലിയ തിരുത്താനും നിൽക്കില്ല. അപ്പൊ തൃശ്ശൂരുകാരോട് പ്രത്യേകം നന്ദി. അതുകൊണ്ടാണോ തൃശ്ശൂർ കലോത്സവം കാണാനായിട്ട് ഇറങ്ങിയത്? എല്ലാ വർഷവും പോവാറുണ്ട് പച്ചക്ക് പറയട്ടെ, പ്രമോഷൻ ഇറങ്ങിയതാ. അപ്പൊ നമ്മളും അതിൽ കൂടുകയാണ്. അതെ, അപ്പൊ എല്ലാവരും എന്തായാലും ശുക്രൻ കാണണം. നല്ല അഭിപ്രായങ്ങൾ, മികച്ച അഭിപ്രായം മാത്രമല്ല, എല്ലാ അഭിപ്രായം നമുക്ക് ആ സിനിമ കണ്ടു കഴിയുമ്പോൾ ഉണ്ടാവുന്ന മനസ്സിലുണ്ടാവുന്ന എന്താണ് അഭിപ്രായം അത് അറിയിക്കണം അല്ലേ? അതെ.
അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ഈ ഒരു ചൂടുള്ള തിരക്കുള്ള ഒരു സമയത്ത് നമ്മുടെ കൂടെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാനായി എത്തിയതിൽ ഒരുപാട് പിന്നെ നിങ്ങളോട് കുറെ നാൾക്ക് ശേഷമാണ് ഈ പറയുന്ന അവിടെ ഞാൻ മിമിക്രി ചെയ്തു. നമ്മുടെ അലൻ ജോസ് പെരേര സൗണ്ട് അവിടെ വെച്ചെടുത്തായിരുന്നു. അപ്പൊ മിമിക്രി വീണ്ടും ഒന്ന് പൊടി തട്ടി എടുത്തു തന്നതിന് വളരെ നന്ദി. അത് കേൾക്കാൻ പറ്റിയതിൽ ഞങ്ങൾക്ക് സന്തോഷം. താങ്ക് യു സോ മച്ച്. അപ്പൊ ശുക്രൻ വിശേഷങ്ങളും ബിബിൻ ജോർജിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കേട്ടത്.